ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ഒരു ലേഹ്യത്തിൻ്റെ പ്രധാന ചേരുവ മഞ്ഞളും നെല്ലിക്കയാണ്. അപ്പോൾ നെല്ലിക്ക നമ്മളിവിടെ ഒരു 500 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റി ഒന്ന് പുഴുങ്ങിയെടുക്കാം. അത് വെന്തതിന് ശേഷം നല്ലപോലെ അല്ലി അടർത്തിയിട്ട് കുരുമാറ്റി എടുത്ത് വയ്ക്കുക. പിന്നെ മഞ്ഞൾ ഞാനിവിടെ ഒരു 300-350 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ നെകക്കെ വെള്ളം വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നവർ വേവിക്കുക. തണുത്ത് കഴിയുമ്പോൾ ആ വെള്ളം വാർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വീണ്ടും അതെടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ഈ തൊലി കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മളത് ഒന്നുകിൽ അത് മുറിച്ചിട്ട് അതല്ലെങ്കിൽ ഗ്രേറ്റ് നന്നായി ചെറുതാക്കി മുറിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ തേങ്ങയുടെ 2ാം പാലിൽ നമ്മളതൊന്ന് വീണ്ടും വേവിച്ചെടുക്കണം. 2 വിസിൽ വരുന്നത് ഒരു വേവിച്ചെടുത്തിട്ട് അപ്പം തന്നെ ആവി കളഞ്ഞെടുക്കാം. നമ്മൾ ശരിക്കും തേങ്ങാപ്പാൽ ഇതിൽ ചേർക്കുന്നില്ലെങ്കിൽ വെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താൽ ശരിക്കും ഔഷധ ഗുണം കൂടും, ടേസ്റ്റ് കൂടും, പക്ഷേ ഷെൽഫ് ലൈഫ് കുറച്ച് കുറയും. അപ്പോൾ നിങ്ങൾ നാളികേരപ്പാൽ ഇതിൽ ചേർക്കുന്നില്ലെങ്കിൽ ഈ തൊലി കളഞ്ഞ മഞ്ഞൾ അരച്ചതിന് ശേഷം ഒരു ഓവർനൈറ്റ് അതിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കുക. അപ്പം രാവിലെ ഇട്ടിട്ട് അതിൻ്റെ ഒരു തെളി ഉണ്ടാവുമല്ലോ മഞ്ഞളുടെ, ആ തെളി എടുത്തിട്ട് വേണം നമ്മൾ ലേഹ്യം ഉണ്ടാക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മളിതൊന്ന് നല്ലപോലെ മുറിക്കുകയോ ഗ്രേറ്റ് ചെയ്യുകയോ ചെയ്തിട്ട് ഒന്നുകൂടെ തേങ്ങാപ്പാലിൽ മുറിച്ച മഞ്ഞളൊന്ന് വേവിക്കുക. എന്നിട്ട് പിന്നെ അത് നമ്മൾ കുരുമാറ്റിച്ച നെല്ലിക്കയും കൂടെ ചേർത്തിട്ട് ആ വേവിച്ച മഞ്ഞളും ഇതും കൂടെ ഒന്നും കൂടെ അരച്ചെടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. പിന്നെ അതിലേക്ക് നമ്മളിനി ഒരു തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാൽ 750 ഗ്രാം ശർക്കര പാനിയാക്കിയത്, പിന്നെ നമ്മളെ ചുക്ക്, ജീരകം, ഏലക്ക 3 കൂടെ പൊടിച്ചത് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് ടാൻ മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലഡ് ഇൻഫ്ലമേഷൻ, ഞാൻ മെയിനായിട്ട് അത് കഴിച്ചിട്ട് ബ്ലഡ് ഇൻഫ്ലമേഷൻ വന്ന സമയത്തായിരുന്നു അത് കുറയാനായിട്ട് മരുന്നെടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണത്തിലും ഡയറ്റിലും കുറേ ചേഞ്ചസ് വരുന്നുണ്ടായിട്ട് എല്ലാം കൂടെയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നമ്മളിത് കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒന്നുകിൽ നമുക്ക് കോൺഫ്ലോർ അതല്ലെങ്കിൽ അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒരു 3 മുതൽ 4 വരെ ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ഈ നെയ്യ് ചേർക്കുന്ന സമയത്ത് തന്നെ ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. പട്ടയും ഗ്രാമ്പും എല്ലാത്തിൻ്റെ അളവ് ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ അളവിൽ അതും കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ പതുക്കെ അതിങ്ങനെ വരട്ടിയെടുക്കാം. ഇത് വീഡിയോയിൽ കാണിക്കുന്ന പാകമാകുമ്പം വാങ്ങണേ, അല്ലെങ്കിൽ ഭയങ്കര എലാസ്റ്റിക് പോലെ മുറുകിപ്പോവും. നമ്മുടെ കാരക്കൊക്കെ പോലെ മുറുകിപ്പോവും. അപ്പോൾ ഇത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊരു കമ്മ്യൂണൽ ആക്ടിവിറ്റി എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ മഴക്കാലമാകുമ്പോൾ മഞ്ഞൾ, ഉലുവ, പൂക്കുല, അതുപോലെ ഇല്ലംകെട്ടി എന്ന് പറഞ്ഞിട്ടൊരു വേരുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നാളികേരപ്പാലൊക്കെ എടുത്ത് ആഘോഷമായിട്ട് കുറേ ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരിങ്ങനെ പങ്ക് കൊണ്ടുവരും. ഉമ്മയുടെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഒരു മഴക്കാലത്തൊക്കെയുള്ളൊരു പ്രധാന ആക്ടിവിറ്റി ആയിരുന്നു അത് അവരുടെ വീട്ടിൽ. ഇപ്പോൾ നമുക്കങ്ങനെ ചെയ്തു തരാനൊന്നും ആരില്ല, അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിരുന്നു, അത്രയേ ഉള്ളൂ. അതായത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ട വെള്ളമൊക്കെ വറ്റി ഒരുവിധം നമ്മൾ വിട്ടു പോന്നിട്ടുണ്ട്. ആ കുമിള വരുന്നതൊന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ ഇതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെച്ചിട്ട് മുറുക്കണ്ട കേട്ടോ. അപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപാട് ഗുണങ്ങളുള്ളൊരു ലേഹ്യമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്കതൊരു 2-3 ആഴ്ച അത് ഫ്രിഡ്ജിൽ ഇരുന്നോളൂ കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിൽ 2-3 ദിവസം പുറത്ത്